മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഗവർണറെ അപമാനിച്ചുവെന്നും കത്തിൽ പറയുന്നു. കാവിക്കളർ എന്നത് RSSന്റേത് മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭാരതാംബ വിഷയം തെരുവിലെത്തിയ സാഹചര്യത്തിലാണ് കത്തെന്നും ഗവർണർ. അതേസമയം മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ രാജ്ഭവനിൽ ഉപയോഗിക്കരുതെന്ന് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവർണറെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം സർക്കാർ SCRTക്ക് നൽകി. ഭാരതാംബ വിഷയത്തിൽ പാട്ട് എഴുതുമെന്ന് റാപ്പർ വേടനും പറഞ്ഞു. പറയുന്നതിനേക്കാൾ പാട്ടായി എഴുതുന്നതാണ് നല്ലത്. പാട്ടിലൂടെ ജാതീയത വിറ്റ് കാശാക്കേണ്ട കാര്യം തനിക്കില്ലെന്നും വേടനും പറഞ്ഞു. വേടൻ പറഞ്ഞത് കൂടി ഇത് കേൾക്കാം. ഇല്ല, ഞാനതിൽ അഭിപ്രായം പറയാനില്ല. ഇപ്പൊ തൽക്കാലത്ത് ഞാനതിലൊരു പാട്ടായിട്ട് എഴുതികളെ പറയുന്നതൊക്കെ നല്ലതല്ലേ. എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. എന്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേണമെന്നില്ല. അപ്പൊ വേഗം തന്നെ അതിനൊരു നടപടിയാവണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് ഷോസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പാസ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കോടതിയായിട്ട് സമീപിച്ചിട്ടുണ്ട്. റഹീസ് റഷീദുണ്ട്. റഹീസ്, ചിത്രവിവാദം അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കത്തും നൽകിയിട്ടുണ്ട് രാജ്ഭവൻ. തിരിച്ച് സർക്കാർ ഗവർണർക്കും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് റാപ്പറിന്റെ പ്രതികരണം വന്നത്. ഇന്നത്തെ ചിത്ര വിവാദ വിഷയം എങ്ങനെയാണ് മാറിയത്? അരുൺ, കത്തായുധമാക്കി മുന്നോട്ട് പോവുകയാണ് സർക്കാരും രാജ്ഭവനും. ഇന്ന് രാവിലെ ആദ്യ കത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. ഭാരതാംബ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർക്ക് കത്ത് നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് മുഖ്യമന്ത്രി പ്രത്യേക ദൂതൻ വഴി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾ മാത്രമാണ് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് RSS ഉപയോഗിക്കുന്ന കൊടികൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഗവർണർ ഉറപ്പുവരുത്തണം എന്നതായിരുന്നു ആ കത്തിൽ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് രാജ്ഭവൻ സർക്കാരിന് മറ്റൊരു കത്ത് കൊടുത്തു. അത് മുഖ്യമന്ത്രി നൽകിയ കത്തിന് മറുപടിയല്ല, പകരം വി ശിവൻകുട്ടി രാജ്ഭവനിൽ നിന്ന് നടത്തിയ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയതിനുള്ള ഒരു കത്താണ് നൽകിയത്. പ്രോട്ടോകോൾ ലംഘനമാണ് ശിവൻകുട്ടി നടത്തിയതെന്ന് ഗവർണർ മുഖ്യമന്ത്രി അറിയിക്കുന്നു. വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചു. ഈ RSSന്റെ ചിഹ്നം മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ മാത്രം കളർ അല്ല ഈ കാവി കളർ എന്ന കാര്യം ജവഹർലാൽ നെഹ്റു വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് RSSന്റെ ചിഹ്നമായി കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഗവർണർ പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നൽകിയ കത്തിന് അടുത്ത ദിവസം തന്നെ രാജ്ഭവൻ മറുപടി പറയുകയും ചെയ്യും. അരുൺ, ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.